UDF അധികാരത്തിൽ എത്തുമെന്ന ചർച്ചകളിൽ മുഖ്യമന്ത്രി ആര് എന്നത് സംബന്ധിച്ച് കോൺഗ്രസിൽ വലിയ ചർച്ചകളുണ്ടായിരുന്നു. അതിന് പിന്നാലെ തർക്കങ്ങളൊക്കെ ഉണ്ടായി. ഏതായാലും എറണാകുളത്തും മുഖ്യമന്ത്രി വേണമെന്നതായിരുന്നു DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞത്. അതിനെതിരെ വിമർശനവുമായി നേതാക്കൾ എത്തുകയും ചെയ്തു. ഏതായാലും ഇപ്പോഴിതാ നിലപാട് മയപ്പെടുത്തുകയാണ് മുഹമ്മദ് ഷിയാസ്. പാർട്ടി സംസ്ഥാന നേതൃത്വവും ഹൈക്കമാൻഡും തീരുമാനമെടുക്കട്ടെ എന്നും അനാവശ്യ ചർച്ചകൾ ഇനി വേണ്ടെന്നുമാണ് ഷിയാസ് പ്രതികരിച്ചത്. കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് പാർലമെന്ററി പാർട്ടി അംഗങ്ങളുടെ ജയിച്ചു വരുന്ന MLA-മാരുടെ അഭിപ്രായങ്ങൾക്കും മുതിർന്ന നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾക്കും കോൺഗ്രസ് ഹൈക്കമാൻഡ് അത്തരത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യും. ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കും. നിങ്ങൾ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്തരത്തിലൊരു ചർച്ചയുണ്ടാക്കി ഞങ്ങൾ സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരും അവർക്കൊക്കെ മനസ്സിലൊരു മുറിവേൽപ്പിക്കുന്ന അല്ലെങ്കിൽ പൊതുസമൂഹത്തിനിടയിൽ കോൺഗ്രസിനകത്തും UDF-നകത്തും ആഭ്യന്തര കുഴപ്പങ്ങളാണ് എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവം നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും അതിനെയെല്ലാം ഞങ്ങൾ അതിജീവിക്കുകയും ചെയ്തു. അർജുൻ മട്ടന്നൂരാണ് ചേരുന്നത്. അർജുൻ, ബോധപൂർവം മാധ്യമങ്ങൾ ശ്രമിച്ചതല്ല, മുഹമ്മദ് ഷിയാസ് തന്നെ തുടക്കമിട്ട ചർച്ചയാണ്. ഏതായാലും ഇന്നിപ്പോൾ കെ ബാബുവും ദീപ്തി മേരി വർഗീസ് പോലെയുള്ള എറണാകുളത്തെ മുതിർന്ന നേതാക്കൾ വിമർശനവുമായി എത്തിയതിന് പിന്നാലെ ഏതായാലും അദ്ദേഹം നിലപാടൊന്ന് മയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ രമേശ് ചെന്നിത്തലയുടെ വിഷയത്തിലെ പ്രതികരണവും ശ്രദ്ധേയമായിരുന്നു. കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. ഏതായാലും എറണാകുളത്ത് നിന്ന് മുഖ്യമന്ത്രി എന്നതിൽ നിന്ന് പിറകോട്ട് പോയോ ഷിയാസ്? വിനീത്, അക്കാര്യത്തിൽ പിറകോട്ട് പോയി എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ട് മാത്രമേയുള്ളൂ. ഇനിയും ഏതാണ്ട് 3 ആഴ്ചയെങ്കിലും ഉണ്ട് വോട്ടിന്റെ റിസൾട്ട് വരാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് മുൻപ് തന്നെ ഈ വോട്ടെടുപ്പ് കഴിഞ്ഞ തൊട്ട് പിന്നാലെ തന്നെ ഇത്തരമൊരു പരസ്യ പ്രസ്താവന നടത്തി എന്നതാണ് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയത്. വോട്ടെടുപ്പ് നടന്നതിന്റെ തൊട്ടടുത്ത ദിവസമാണ് മുഹമ്മദ് ഷിയാസ് ഇത്തരത്തിൽ എറണാകുളത്ത് നിന്ന് മുഖ്യമന്ത്രി വേണം എന്നൊരു ആവശ്യം പരസ്യമായി തന്നെ ഉന്നയിച്ചത്. ഇതിന് പിന്നാലെ മുതിർന്ന നേതാവായ കെ ബാബു അടക്കമുള്ളവർ ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയായിരുന്നു. അപക്വമായ പ്രസ്താവന എന്നായിരുന്നു കെ ബാബു പറഞ്ഞത്. അതോടൊപ്പം ദീപ്തി മേരി വർഗീസ്, ചാണ്ടി ഉമ്മൻ തുടങ്ങി നിരവധി നേതാക്കൾ, കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കളും ഇതിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. ആദ്യം ഭൂരിപക്ഷം ഉണ്ടാകട്ടെ, അതിനുശേഷം ആലോചിക്കാം മുഖ്യമന്ത്രി എന്നതാണ് ഈ നേതാക്കൾ എല്ലാവരും തന്നെ പറയുന്നത്. ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ചരടുവലികൾ പ്രധാനപ്പെട്ട നേതാക്കൾ നടത്തുന്നുണ്ട്. പക്ഷേ പരസ്യ പ്രസ്താവന നടത്തിയത് മുഹമ്മദ് ഷിയാസ് ആയിരുന്നു. ഇത് വലിയ വിവാദമായ സാഹചര്യത്തിലാണ് ഇന്ന് അദ്ദേഹം ഒന്ന് മയപ്പെടുത്തിയത്. അദ്ദേഹം പറയുന്നത് പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷം, അതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വം, ഹൈക്കമാൻഡ് ഒക്കെ തീരുമാനിക്കും മുഖ്യമന്ത്രി, അതിനപ്പുറത്തേക്ക് ഈ ചർച്ച കൊണ്ടുപോകേണ്ടതില്ല എന്ന് പറഞ്ഞ് താൽക്കാലികമായെങ്കിലും മുഖ്യമന്ത്രി ചർച്ചകൾ അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മുഹമ്മദ് ഷിയാസ്. അർജുൻ മട്ടന്നൂർ വിശദാംശങ്ങൾ.